നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ സംസാരിക്കുന്നത് എന്തെല്ലാം ഡയറ്റുകളുണ്ട്, അപ്പം അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോ ആണ്. മെയിനായിട്ട് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ കേരള ഫ്യൂഷൻ ഡയറ്റ്. ഡോക്ടേഴ്സ് ഏറ്റവും കൂടുതൽ പറയുന്നത് എന്താണ് മെഡിറ്ററേനിയൻ രീതിയെ കേരളം ഭക്ഷണവുമായി ചേർത്തത് എന്നാണ് പറയുന്നത്. കോഡ് ഐഡിയ: ഗുഡ് ഫാറ്റാണ്, കളർഫുൾ വെജീസ്, ലിയൻ പ്രോട്ടീൻ, ലോ GI കാർബ്സ്. കഴിക്കേണ്ടത് മത്തി, അയല, സർദിൻ നെയ് 1 ടേബിൾ സ്പൂൺ, ബദാം, നിലക്കടല, മുരിങ്ങ, ചീര, നെല്ലിക്ക, മുട്ട, ചിക്കൻ, ഓട്സ്, റാഗി, ചെറുപയർ. ഒഴിവാക്കേണ്ടത് മൈദ, പഞ്ചസാര, പ്രോസസ്ഡ് ഫുഡ്, ഫ്രൈഡ് ഐറ്റംസ്. ബെസ്റ്റ് ഫോർ എല്ലാവർക്കും എഗ് സ്പെയിൻ കൂട്ടാനൊക്കെ എഗ്ഗൊക്കെ കഴിക്കുന്നതല്ല, ഹോർമോൺ ബാലൻസ് ചെയ്യാൻ കഴിക്കും, ഇൻഫ്ലാമേഷൻ കുറയ്ക്കും. റിസർച്ച്: ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് സക്സസ് റേറ്റ് കൂട്ടുമെന്ന് പഠനങ്ങളുണ്ട്. ഇനിയും വരുന്നത് മെഡിറ്ററേനിയൻ ഡയറ്റാണ്, അതിൻ്റെ യൂസും അത് കഴിക്കേണ്ട ഫുഡും. പിന്നെ ലോ GI ഡയറ്റ് എന്താണ്? ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണം, അതായത് ഷുഗർ സ്ലോ ആയി ബ്ലഡിൽ കയറും. അത് കോർ ഐഡിയ. ഇൻസുലിൻ സ്പൈക്ക് കുറയ്ക്കുക. PCOD, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവരിൽ ഓവുലേഷൻ റെഗുലർ ആവും. കഴിക്കേണ്ടത് ചുവന്ന അരി, ഗോതമ്പ്, ഓട്സ്, റാഗി, ചെറുപയർ, എല്ലാ വെജിറ്റബിളും. ഒഴിവാക്കേണ്ടത് വെള്ളരി ഒഴിവാക്കുക. ബ്രെഡ്, ബിസ്ക്കറ്റ്, കേക്ക്, ഐസ്ക്രീം, ഫ്രൂട്ട്സ്, ജ്യൂസ്. ബെസ്റ്റ് ഫോർ PCOD, ഓവർവെയ്റ്റ്, ഡയബറ്റീസ് റിസ്ക് ഉള്ളവർ. ബെസ്റ്റ് ഫോർ ഇത് PCOD, ഓവർവെയ്റ്റ്, ഡയബറ്റിക് ഒക്കെ ഇഷ്യൂ ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ്. കേരള ടിപ്സ്: ഉലുവ വെള്ളം രാവിലെ, കറുവപ്പട്ട അര ടേബിൾ സ്പൂൺ ദിവസവും കഴിക്കുന്നത് ഇതിനെയൊക്കെ സഹായിക്കും. പിന്നെ ഹൈ ഫോളേറ്റ് അയൺ റിച്ച് ഡയറ്റ്. എന്താണ് ഫോളിക് ആസിഡ് പ്ലസ് അയണിൽ ഫോക്കസ് ചെയ്ത ഡയറ്റ്, അതാണ് ഹൈ ഫോളേറ്റ് അയൺ റിച്ച് ഡയറ്റ്. കോർ ഐഡിയ എന്ന് പറയുന്നത് ബേബിയുടെ ബ്രെയിൻസ്, സ്പൈൻ ഫോർമേഷൻ, ഫോളേറ്റ് മാസ്, അനീമിയ ഇല്ലാതാക്കാനൊക്കെ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് കഴിയും. കഴിക്കേണ്ടത് മുരിങ്ങയ്ക്ക, ചീര, കടല, പയർ, ബീട്രൂട്ട്, ഈന്തപ്പഴം, ഓറഞ്ച്, നെല്ലിക്ക. ആസിഡ് ടാബ്ലറ്റ് കഴിക്കാം. ഫോളിക് ആസിഡിൻ്റെ ടാബ്ലറ്റ് നമുക്ക് അവൈലബിൾ ആണ്, അത് കഴിക്കാം. 400 to 500 gram mcg ഡോക്ടറിൻ്റെ ഒരു ടിപ്സ് പ്രകാരമാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ടിപ്സ്: അയൺ പ്ലസ് വൈറ്റമിൻ C ഒരുമിച്ച് കഴിക്കുക, ഉദാഹരണം ബീട്രൂട്ട് പ്ലസ് നെല്ലിക്ക. പിന്നെ TTC ഇടുന്ന എല്ലാ സ്ത്രീകൾക്കും നിർബന്ധമാണ്. ഇത് നമുക്ക് ഈ ഒരു പ്രഗ്നൻ്റ് ആകാൻ പോകുന്ന തയ്യാറെടുക്കുന്ന ഒരു സ്ത്രീകൾക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലതാണ് ഹൈ ഫോളേറ്റ് അയൺ റിച്ച് ഡയറ്റ്. അത് ഏറ്റവും നല്ലൊരു ഡയറ്റാണ്. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ്. എന്താണ്? ശരീരത്തിലെ വീക്കം കുറയ്ക്കുന്ന ഭക്ഷണം, അതാണ് നമ്മൾ ഇതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. എൻഡോമെട്രോസിസ്, PCOD, തൈറോയ്ഡ് ഉള്ളവരുടെ ഫെർട്ടിലിറ്റി ബ്ലോക്ക് കുറയ്ക്കും. കഴിക്കേണ്ടത് മഞ്ഞൾ, ഇഞ്ചി, വെളുത്തുള്ളി, മത്തി, വാൽനട്ട്, ബെറി, പച്ചക്കറി, ഇതൊക്കെ കഴിക്കാം. ഒഴിവാക്കേണ്ടത് മൈദ, ഷുഗർ, റെഡ് മീറ്റ്, ഡയറി കൂടുതൽ, ആൽക്കഹോള് ഒക്കെ ഒഴിവാക്കേണ്ട ആഹാരങ്ങളാണ്. ഇതിന് ബെസ്റ്റായിട്ടുള്ളത് പീരീഡ്സിൻ്റെ വേദന, എൻഡോമെട്രോറൈസിസ് ആൻഡ് ഓട്ടോ ഇമ്മ്യൂൺ ഇഷ്യൂ ഉള്ളവർക്കൊക്കെ ബെസ്റ്റ് ഫോറാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഇഷ്യൂ ഉള്ളവർ, പീരിയഡ് ടൈമിലുള്ള വേദനയ്ക്ക്, എൻഡോമെട്രോയിസിസ് അതൊക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത ഒരു ഡയറ്റാണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്. എന്താണ്? എല്ലാ നേരവും 20 തൊട്ട് 30 ഗ്രാം പ്രോട്ടീൻ ഉറപ്പാക്കുക. എല്ലാ നേരവും 20 ഗ്രാം കഴിക്കുന്ന ആഹാരങ്ങളിലൊക്കെ 20 ഗ്രാമും 30 ഗ്രാമും പ്രോട്ടീൻ ഉണ്ടോ എന്ന് നിങ്ങൾ ഇത് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാം. അതനുസരിച്ച് നിങ്ങളുടെ ആഹാര രീതി പ്ലാൻ ചെയ്യാം. ഇതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് എഗ് ക്വാളിറ്റി, ഹോർമോൺ പ്രൊഡക്ഷൻ, യൂട്രസ് ലൈനിങ് കൂട്ടാൻ പ്രോട്ടീൻ വേണം. കഴിക്കേണ്ടത് 2 മുട്ട, മീൻ കഴിക്കാം 100 ഗ്രാം, ചിക്കൻ, പനീർ, തൈര് അര കപ്പ്. പിന്നെ ഇത് ബെസ്റ്റ് ഫോർ പ്രോട്ടീൻ കുറവുള്ളവർ, വെജായിട്ട് സ്പേം എഗ് ക്വാളിറ്റി കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഡയറ്റ് ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത ഒരു ഡയറ്റാണ് ഡാഷ് ഡയറ്റ്. എന്താണ് ഡാഷ് ഡയറ്റ്? ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ ഉണ്ടാക്കിയ ഒരു ഡയറ്റാണ്, പക്ഷേ ഫെർട്ടിലിറ്റിക്കും നല്ലതാണ്. ഇതിൻ്റെ കോർ ഐഡിയ എന്ന് പറയുന്നത് ഉപ്പ് കുറവ്, പൊട്ടാസ്യം കൂടുതൽ, ഹോൾ ഗ്രെയിൻസ്. കഴിക്കേണ്ടത് സാധനങ്ങൾ: പഴങ്ങൾ കഴിക്കാം, വെജിറ്റബിൾ കഴിക്കാം, ലോ ഫാറ്റ്, തൈര്, നട്ട്സ്, ഹോൾ ഗ്രെയിൻസ്. ബെസ്റ്റ് ഫോർ BP ഉള്ളവർക്ക് ഏറ്റവും നല്ല ഡയറ്റാണ് ഡാഷ് ഡയറ്റ്.
ഓവർ വെയിറ്റ് ആയിട്ടുള്ളവർക്ക് TTC ചെയ്യുന്നവർക്ക്, TTC പ്രഗ്നൻസിക്കൊക്കെ ട്രൈ ചെയ്യുന്നവർക്കൊക്കെ ഡാഷ് ഡയറ്റ് നല്ലതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ 7 വെജ് ഓൺലി ഫെർട്ടിലിറ്റി ഡയറ്റ്. എന്താണ്? മുട്ട, മീൻ, മാംസം ഇല്ലാതെ എങ്ങനെ നമുക്ക് വെജിറ്റേറിയൻ ഒരു ഡയറ്റാണ് ഇതിന് വെജ് ഓൺലി ഫെർട്ടിലിറ്റി ഡയറ്റ്. കോർ ഐഡിയ: പ്രോട്ടീൻ പ്ലസ് അയൺ, B12, omega-3 പ്ലാന്റിൻ്റെ സോഴ്സസ്. കഴിക്കേണ്ട സാധനങ്ങൾ: ചെറുപയർ, കടല, പയർ, പനീർ, തൈര്, ബദാം, വാൽനട്ട്, ആവണക്ക് വിത്ത്, മുരിങ്ങയ്ക്ക, ചീര. B12 ടാബ്ലറ്റ്സ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. B12 ടാബ്ലറ്റ് ബെസ്റ്റ് ഫോർ പ്യുവർ വെജിറ്റേറിയൻ. ഈ ഒരു ഡയറ്റിന് ഇത് വെജിറ്റേറിയർക്ക് മാത്രമായിട്ടുള്ളൊരു ഡയറ്റാണ്. പിന്നെ ഡയറ്റിൽ കോമൺ ഇത് മദ്യം, പുകവലി, അസംസ്കൃത മുട്ട, മീൻ, സോഫ്റ്റ് ചീസ്, സ്ട്രീറ്റ് ഫുഡ്, കഫേൻ 1 കപ്പ് കഫേൻ, കാപ്പി, അമിത പഞ്ചസാര. ഇത് ഏതെങ്കിലും ഒന്നും ഈ ഡയറ്റിൽ ഇല്ല. മദ്യം, പുകവലി ഇതെല്ലാം ഒഴിവാക്കണം. വെജിറ്റേറിയൻ ആയിട്ടുള്ള ഡയറ്റുകൾ, ഈ ആഹാര സാധനങ്ങളൊക്കെ നിങ്ങളുടെ ഡയറ്റിലൊക്കെ അങ്ങോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ലെവലിൽ പോകും. അപ്പം ഇതാണ് നമ്മുടെ ഡയറ്റ് പ്ലാൻസ് വരുന്നത്. അപ്പം ഇത്ര തരം ഡയറ്റ്സ് ഉണ്ട്. ഇത് നിങ്ങളുടെ ഒരു ബോഡി ഏത് ഡയറ്റുമായിട്ട് ഇതുണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ ഇത് ചെയ്യുക. അതിനനുസരിച്ചുള്ള ഫുഡുകൾ, ഡയറ്റുകൾ ഒക്കെ ചെയ്യുക. പലതരം ഡയറ്റുകളുണ്ട്, ഏത് വേണമെങ്കിലും ചെയ്യാൻ ആ ഡയറ്റുകളുണ്ട്. അപ്പം ഏതെങ്കിലും ഡയറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. കീറ്റോ ഡയറ്റ്, ഏത് ഡയറ്റ് നിങ്ങൾക്ക് വേണം ആ ഡയറ്റിൻ്റെ ഒരു പ്ലാൻ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും.